guys, welcome back to our YouTube channel. So this is our world. അപ്പോ ഇന്ന് നമ്മൾ കുട്ടി മിനി ആയിട്ട് നമ്മളൊന്ന് മിനി ടൂർ പോവാണ്. മിനി ഊട്ടിയിലേക്ക് പോവാൻ നിൽക്കാണ്. അപ്പൊ മലപ്പുറം ആ ഭാഗത്താണ്. അപ്പൊ നമ്മളെല്ലാരും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പാടെ ഫ്രണ്ട് പ്രദീപേട്ടന്റെ ഫാമിലിയും കൂടെ. അപ്പൊ നമുക്ക് വീഡിയോ നേരെ പോവാം. അപ്പൊ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഇവിടെ ഒരു ലുക്കായി നിൽക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഫോട്ടോ കണ്ടിട്ട് ഏതാ ഈ ലുക്ക് എന്ന് പറയുന്ന ഒരു ലുക്ക് കണ്ട കഥ ഇത്ര ലുക്ക് ഉണ്ടോ? ഒന്നും വിചാരിക്കരുത്, ഇടയ്ക്ക് ഒരു ഭ്രാന്തുണ്ട്. മക്കളെ കൂടെ കൂടി പറയാതായി പോയി. ഗൈസ് പ്രദീപേട്ടൻ വന്നിട്ടുണ്ട്. ഹൈ പറയൂ. ഹായ് പറയൂ. ഗൈസ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഈ വഴിയല്ല അങ്ങോട്ടുള്ളത് ലെഫ്റ്റിലേക്ക് പോണ വഴി അപ്പൊ നമ്മള് പൊറാട്ടയും അതുപോലെ തന്നെ വെള്ളപ്പാണ് കഴിക്കുന്നത്. നമ്മള് ഫുഡടിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വെള്ളപ്പവും പൊറാട്ടയും മുട്ടക്കറി അങ്ങനെയാണ് കഴിച്ചത്. നമ്മള് നേരെ ഞാൻ ഇറങ്ങില്ല. ഇവർക്ക് എന്റെ കൂടെ ആളെ ഉണ്ടാവും, മൂപ്പരും ഉണ്ടാവും. ഗൈസ് നമ്മള് മിസ്റ്റി ലാൻഡ് തപ്പി വേറെങ്ങണ്ടോ എത്തി. റിസോർട്ടിലേക്കാണ് നമ്മൾ എത്തിയത്. ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ചത് നാച്ചുറൽ പാർക്കാണ് ഉദ്ദേശിച്ചെങ്കിലും മിസ്റ്റി ലാൻഡിന്റെ റിസോർട്ടിലേക്കാണ് എത്തിയത്. പക്ഷെ നല്ല അടിപൊളി വ്യൂ നോക്കി. അവിടെ എന്ത് രസമുള്ള വ്യൂ ആണെന്നറിയോ? എന്ത് രസാ. നമ്മൾ അത്രയും ഹൈറ്റിലാണ് നിൽക്കണത്. അവിടെയൊക്കെ നടക്കാനൊന്നുമില്ല. അവിടെ പോയി ഗൈസ് നമ്മൾ ഓൾറെഡി ഇവിടെ വന്നതായിരുന്നു. എന്നിട്ട് ഇതെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. കുറേ കറങ്ങി മല ഇറങ്ങാൻ കയറൊക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര ഛർദിക്കാനൊക്കെ വരുന്നുണ്ട്. വെൽക്കം ടു മിനി ഊട്ടി. ഗൈസ് what a view guys. മിസ്റ്റി ലാൻഡ് ഈ ഒരു സാധനം ഞങ്ങളെ കുറെ കറക്കിച്ചു ഗൈസ്. ഞങ്ങളെ കുറെ വഴി തെറ്റിച്ചു. പക്ഷെ അടിപൊളി സ്ഥലമാണ്. ഒടുക്കത്തെ വെയിലാണ്. എൻ്റെ പിന്നെ നല്ല വെയിലുണ്ട്. ചൂടെടുത്തിട്ട് സോ ഹോട്ട്. ഹായ് പശുമ്പ. അതിപ്പോ മറച്ചു കേട്ടോ ഗൈസ്. ഞങ്ങക്ക് ചൂടെടുക്കുമ്പോ വേറെ ഒരാൾക്ക് തണുക്കുന്നു ഗൈസ്. ഭയങ്കര തണുപ്പ് ഗൈസ്. നല്ല ക്ലൈമറ്റ് ഇവിടെ ഇങ്ങനെ വെയിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോ ഇവിടെ ആൾക്ക് നല്ല തണുപ്പ്. ശരിയാലേ ഗൈസ്. ഇവിടെ ഒക്കെ നല്ല വെയില്, ഇവിടെ മാത്രം ഒരു ഷെയ്ഡ്. വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇവര് പറയുന്നത് ഇന്ത്യത്തെ വലിയ ബ്രിഡ്ജ് എന്നൊക്കെയാണ്. പക്ഷെ ഭാര്യയും ഭർത്താക്കന്മാരെയും കൂടി. അവിടെ ഒരാളിതാ പശുവിന്റെ കഴിഞ്ഞ ഇതാ പന്നിന്റെ അടുത്ത് പോയിട്ടുണ്ട്. 2 പശുവിന്റെ ഇടയിൽ ഒരു പശു. ഒന്നും പറയരുത്. സുന്ദരമായ മുഖം കണ്ട കോഴിയാന്ന് പറയാരെങ്കിലും പൂവൻ കോഴിന്നേ പറയാം.
2 പശുക്കളുടെ 2 പശുമ്പുകൾ. 2 പശുമ്പുകൾ. ഒരാള് കൂളിംഗ് ഗ്ലാസ് വെച്ചു ഗൈസ്. വെച്ച് മക്കളെ വെച്ച്. ക്രോക്കഡൈലിന്റെ വായില് തല വെച്ചാലോ? അപ്പൊ കുറച്ച് സൺ ടാൻ അടിക്കില്ലേ? അയ്യോ എന്ത് വെയിലാന്നറിയോ? നട്ടുച്ച സമയം. ഇപ്പൊ എത്ര സമയം? 12 മണി. 12 മണിക്ക് ഇവിടെ വന്നിരിക്കുന്നത്. നട്ടുച്ച 12 മണിക്കാണ് ഗൈസ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെതായ നല്ല വെയിലുണ്ട്. പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ. തണുപ്പൊന്നുമില്ല, നല്ല വെയിലുണ്ട്. ആണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പൊ ഇങ്ങോട്ട് കയറാനാണ് നമ്മൾ നോക്കണത്. ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഹൈറ്റ് കുറച്ച് പേടിയുണ്ട്. തണല് നോക്കി പോകുന്ന 2 കാപ്പിൾസ്. എന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കോഡ് സെറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഒരാള് വന്നിക്കണത്. നീ മാറടി അണ്ണാച്ചി. പൂസും കോഡ് സെറ്റും ഒക്കെ ഇട്ട് കണ്ണാടൊക്കെ വെച്ചായി. ഉമ്മാനെ ഈ കോലത്തിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗൈസ് ഷൂട്ട് ചെയ്യണ്ടോ തോന്നണ. തീരെ ചൂടില്ല, നല്ല ക്ലൈമറ്റാ. നല്ല തണുപ്പുണ്ട്. ആ തണുത്ത് ലാസ്റ്റ് അതാണ് ഞങ്ങള് ജാക്കറ്റ് മറന്നുപോയി. സ്വെറ്ററും കൂടെ എടുത്തിരുന്നെങ്കിൽ. ചെരുപ്പ് കവർ ചെയ്യണം. നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോവാണ്. നമ്മുടെ ചെരുപ്പുമ്മലൊക്കെ ഇവര് തരുന്ന ഷോക്സ് പോലത്തെ സാധനം ഉണ്ട് കേട്ടോ. നമ്മള് കേറാണ്. അപ്പൊ നമ്മളിതാ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിരിക്കാണ്. അങ്ങനെ ഗ്യാപ്പ് വെച്ചോ? നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിരിക്കുന്നു ഗായ്സ്. അനാ നോക്കിയടക്കട്ടാ, പൊട്ടി അടി പോകൂട്ടാ. കണ്ടൽ കൂടെ ഓടോക്കിട്ട് എന്നിട്ട് ഈ ഫ്രെയിമിന് അന പൊട്ടിയാലോ നീ ഫ്രെയിമിനെ മേൽക്കോടെയാണ് ഗൈസ് നടക്കണത്. കുട്ടി ഇങ്ങോട്ട് വരോ? ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെ പെറ്റ് പാർക്ക് ഉണ്ട്, അക്വേറിയം ഉണ്ട്, പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, ഹൊറർ ഉണ്ട്. നമ്മളടുത്ത പോകുന്നതാണ് പെറ്റ്സ് പാർക്ക്. ഇവിടെ കുതിരയുണ്ട്. കൊത്തൂല മുത്തും. അങ്ങോട്ട് നീങ്ങിക്ക് എടുക്കണ്ട്. വേണ്ടട്ടോ. എന്നാക്കരുതട്ടാ. ആനാണ് ഇവിടെ പേടിക്കുന്നത്. ആനാണ് മേത്തേക്ക് ഇടാനുള്ള പരിശ്രമത്തിനാണ് ഇവിടെ. ഒന്നുമില്ല. കൂടെ നിന്നാ മതി. കൂടെ ഇവിടെ നിന്നോ? ഫ്രണ്ടിൽ നിന്നോ? ഇല്ല ഫ്രണ്ടിൽ നിന്നോ? അപ്പൊ പറഞ്ഞു ചെയ്യില്ല. ഇല്ലെന്ന് പറഞ്ഞത്. അടിപൊളിയായി. നോക്കട്ടെ തൂറിയോ നോക്കട്ടെ. കാക്കേ അടുത്ത ഹാർബർ വെച്ചിട്ടാ ഗായ്സ് ഹനാനെ നോക്കാൻ വേണ്ടിട്ട്
ഇത്രയും അധികം ആൾക്കാർ അവിടെ പ്രോത്സാഹിപ്പിച്ചിട്ട് ആനക്ക് എന്താ പിന്നെ പേടിയില്ലാത്തത്? എനിക്ക് നല്ല പേടിയിരുന്നു ഗൈസ്, പക്ഷെ അതിനെ വെച്ച് സെറ്റായി പോച്ചു. അല്ല ഗൈസ്, സന എന്തായാലും ഉഷാറായി, ഹനാക്കാണ് പേടി അല്ലേ? ഉപ്പ ഇതിനെ നോക്കണില്ല അല്ലേ? പാമ്പിനെ നോക്കാൻ പാടില്ല. ഉപ്പാടെ അത് ഉപ്പാക്ക് പേടിയായിട്ടല്ലാണ്ട് ആളറിഞ്ഞിട്ടില്ല. ബാനിനുള്ളിൽ കയറുമോ? ബാനിനുള്ളിൽ കയറുന്നോന്നല്ലേ? എടുക്കണ്ട റിലാക്സ് ആയിട്ടിരിക്കേ. അടിപൊളി, വെരി ഗുഡ്. പേടില്ലേ? ഹായ് ഗായ്സ്, എങ്ങനെയുണ്ട്? അത് പോസ് ചെയ്തേക്കണ് സത്യം. ഷോപ്പ് തുടങ്ങാൻ പോണ്, കൈ വെച്ച് ദീദിയെ മാറി ഞങ്ങള് പോയിട്ടാക്കിയാ മതി. മോളി കൊടവന്നാലോ? കോഴി, താറാവ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടും കഴിച്ച് മേത്തൊക്കെ എന്തൊക്കെ ഇരിക്കണം ഒരു ഫീൽ. ഐസ്ക്രീം തന്നെയാണ് കഴിച്ചത്. എനിക്ക് ഐസ്ക്രീം വേണ്ട, ഞാൻ പുറത്തുനിന്ന് മറ്റേത് തിന്നാൻ പേര് ദൂരി. ഒരെണ്ണം ഓൾറെഡി കഴിച്ചു. ഇതാ അടുത്ത വാങ്ങി. എവിടെ സെക്കൻഡ് ഗൈസ്, ഭയങ്കര ഹോട്ട്. വരുമ്പോ തീരെ ഹോട്ടലിലായിരുന്നല്ലോ. ഞാൻ ഹൈറ്റ് ഉണ്ടെന്നുള്ളു, 10 വയസ്സായിട്ടുള്ളൂ. നമ്മൾ മിറർ മ്യൂസിക് ആണ് ഗൈസ് പോകുന്നത്. എന്താ നേരത്തെ പറയണ്ട വിറ്റായിരുന്നു. ഗൈസ് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ ആദ്യം എത്തിയിരുന്നു. ഗൈസ് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പോവാണ്. ഇവർക്കൊക്കെ ഒരു പുച്ഛം എന്നോട്. ഗൈസ് ഇത് സിമ്പിളായിട്ട് നമുക്ക് നടന്നു പോവാന്നേ ഉള്ളൂ.
അടിക്കണു മച്ചന്മാരെ. എവിടെയാ? അയ്യോ ദീദി ഇവിടെ എത്തി. ഇതിന്റെ ഇവിടെ കൊണ്ടാലുണ്ടല്ലോ. പപ്പാ യു ഇവിടെ അതെ ഇത് വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇത് സിമ്പിൾ അല്ലേ അങ്ങോട്ട് നേരെ എവിടെ ഇടിച്ചു പൊന്ന മേടിച്ചോ? ഐസ് ചുരണ്ടിയത് വലിയ ടച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എരിവ് വിത്ത് ഷുഗർ രണ്ടും കൂടി മിക്സ് തന്നെ മേടിച്ചു നമ്മള്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തവ ചിക്കൻ ഒന്ന് പിരി പിരി ചിക്കൻ, അങ്ങനെ 2 തരം റൈസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം നമ്മുടെ തൃശ്ശൂരത്തേണോ തിരൂരത്തേണോ നല്ലത് നോക്കാം. ഫ്രണ്ടിന്റെ റെക്കമെൻഡേഷൻ ആണ് ഇവിടെ വന്നത്. ഹിഷ എന്ന് പറഞ്ഞ കുട്ടിയുടെ റെക്കമെൻഡേഷനിലാണ്. അപ്പൊ നോക്കിയിട്ട് സൂഫി മന്തി. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് പറയാം. തവയാണ് തവ. നമുക്ക് ടേസ്റ്റ് നോക്കാം. അറബിക്കാർ വലിക്കില്ലല്ലോ, എന്നെ പഠിച്ചാണോ വേണ്ടാവാം. മന്തി വന്നുള്ള കേസിനെ ഇത് നമുക്ക് ടേസ്റ്റ് എടുക്കാം. ഹവാസ മന്തി എന്താ എങ്ങനെ? നല്ല ഫുഡ് അടിച്ചു. അടിപൊളി താത്ത. ഐസ് ഇവിടെ ദൂരം വാങ്ങി ദൂരം. ഗൈസ് നമുക്ക് പക്ഷേ എത്ര മാങ്ങ വീഴ്ത്തും നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ അല്ലേ കൂടുതല്? ഹായ്, എന്തൊരു മാങ്ങ! ഏ ഉമ്മ, ഒരു മാങ്ങത്തിൽ വീണിരിക്കും. ഇല്ലെങ്കിൽ പണി നിർത്തിട്ട് നമ്മൾ അടുത്ത പണിക്ക് പോകും. അതപ്പോ ഞങ്ങൾക്ക് അറിയാം. എങ്ങനെയോ ചക്ക വീട് മേടിച്ചെത്ത്. അപ്പൊ ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് തിരൂരുള്ള മാർക്കറ്റിലാണ്. അപ്പൊ ഇവിടെ ഭയങ്കര ഇലക്ട്രോണിക്സും മൊബൈൽ കവറും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഭയങ്കര ഹോൾസെയിൽ റേറ്റിന് കിട്ടും എന്നാണ് പറയണത്. അപ്പൊ നമുക്ക് പോയി നോക്കാം എന്താവും. നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടുമോ നോക്കാനും. ഇവിടെ എല്ലാം നല്ല ഹോൾസെയിൽ റേറ്റിൽ കിട്ടുമെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. കൊറേ കടയിൽ തപ്പിട്ട് എല്ലാത്തിനും പ്ലെയിൻ ആകട്ടെ. അങ്ങനെ തിരിക്കൊന്ന് കിട്ടി ഗൈസ്, അതിന്റെ സന്തോഷാണ്. ഒരു സ്ട്രോങ് ചായ കുടിക്കാണ് ഗൈസ്. മുസംബി ജ്യൂസും കൂടെ അങ്ങനെ എന്തോ പറഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്. എന്തോ നഷ്ടപ്പെട്ട പോലെ എന്തോ നഷ്ടപ്പെട്ടു. അതിനുണ്ട് ജ്യൂസ്, അതിനുണ്ട്. സൂപ്പർ അല്ലേ? നമ്മള് പൂരം പോണ വഴിക്ക് പൂരം കണ്ടു.